ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈസി ആയിട്ടൊരു വെജ് പുലാവ് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു കുഞ്ഞ് പൊട്ടറ്റോ, ഒരു കുഞ്ഞ് ടൊമാറ്റോ, ഒരു കുഞ്ഞ് സവാള, ഒരു 4-5 ബീൻസ്, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്. ആദ്യം അതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. പിന്നെ അതിൽ പെരിഞ്ജീരകം, കറുവപ്പട്ട ഒരിച്ചിരി ഇട്ടു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ടു. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൽ സവാള ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടു. പൊട്ടാറ്റോ, ബീൻസ്, ക്യാരറ്റ്, ടൊമാറ്റോ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് അതിനകത്ത് ഇടാം. നമുക്ക് കോളിഫ്ലവർ ഇടാം, നമുക്ക് ക്യാപ്സിക്കം ഇടാം, എല്ലാം ഇടാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കുഞ്ഞരിയാണ് ജീരകശാല ഇട്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടാം. പിന്നെ കുറച്ച് മല്ലിയില അതിട്ടായിരുന്നു. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. പക്ഷേ ഞാൻ അങ്ങനെയല്ല നോക്കുന്നത്. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ആ കിടക്കുന്ന അരിയേക്കാളും കുറച്ചും കൂടെ വെള്ളം കൂടുതൽ വെക്കണം. ഞാൻ അളവിലല്ല, ഗ്ലാസ് അളവല്ല നോക്കുന്നത്. പിന്നെ കുറച്ച് സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗ് ഇട്ടായിരുന്നു. പിന്നെ 2 വിസിലിന് ശേഷം നമ്മുടെ പുലാവ് ഇങ്ങനെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർവ് ചെയ്തു. നാരങ്ങ അച്ചാർ, പപ്പടം, തൈര്. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി, സൂപ്പർ. മന്തി വരെ തോറ്റു. അടിപൊളി, കള്ളം പറയല്ലേ, സൂപ്പർ. ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വെജ് പുലാവ്. താങ്ക് യു.